ഗൈസ് ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 10 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതവിടെ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതേ പേപ്പറിൽ എടുക്കാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഈ ഒരു ഭാഗം വെച്ചിട്ട് A4 ഷീറ്റില്ലേ അതെടുക്കാം. അതെടുത്തിട്ട് മടക്കി കൊടുത്തിട്ട് കുറച്ച് മടക്കിൽ ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു കപ്പിൻ്റെ ഷേപ്പ് വരയ്ക്കാം. കപ്പിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ കണ്ണൊക്കെ വരച്ചു കൊടുക്കാം. എന്താ ക്യൂട്ടാക്കി എടുക്കാട്ടോ. ക്യൂട്ടായിട്ട് നല്ല ക്യൂട്ട് കുട്ടിയാക്കിയിട്ട് ആ കപ്പിനെ മാറ്റി കൊടുത്താൽ മതി. നല്ല സ്മൈലൊക്കെ ആയിട്ടില്ല. പുരിയൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇതാ ഈ ഒരു പീസ് നമ്മൾ വണങ്ങി വെച്ചെടുത്തിട്ടുള്ള നമുക്കതിന് കളർ എടുത്താലോ. നമുക്ക് കളർ എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൽ ഇത്രയും കളർ. നമുക്ക് ആവശ്യം ഇതിന് കൊടുക്കേണ്ട കളർ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് യെല്ലോ കളറാണ്. കുറേ പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഒരു പർപ്പിൾ ജേർണലിങ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പർപ്പിൾ ജേർണലിങ് ചെയ്യും കേട്ടോ. നമുക്ക് നല്ല യെല്ലോ കണ്ണൊക്കെ വരച്ചെടുക്കാം. യെല്ലോ കളർ യെല്ലോ കണ്ണ്. ഇതിൽ നാവിൻ്റെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ബ്രൗൺ കളറാണ് കൊടുക്കുന്നത്. മാച്ചിങ് ഉണ്ടാവും കേട്ടോ. വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറിച്ചെടുക്കാം. അതുപോലെ മുറിച്ചെടുക്കാം. നമുക്ക് എത്ര ഭാഗം കിട്ടുമെന്ന് എനിക്കറിയില്ല. കൊണ്ടുപോയി മുറിച്ച് നോക്കാം.
അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ബുക്കാണ്. ഇതേപോലെ തന്നെ കേട്ടോ മടക്കി കൊടുക്കണ്ട്. ഒരു കുഞ്ഞ് ഹാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞ് ഹാർട്ട് അത്യാവശ്യം വലുപ്പമുണ്ടാവും. അങ്ങനത്തെ ഹാർട്ടാണ്. അതും ഇതിൻ്റെ അടുത്ത് റെഡ് കളറില്ല, റെഡ് സ്കെച്ചിങ്. ഇങ്ങനെ അതുകൊണ്ട് പിങ്ക് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് റെഡ് ഉണ്ടെങ്കിൽ എനിക്ക് റെഡ് കൊടുക്കാം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ പറയണം എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഇതിനും അതേപോലെ തന്നെ കണ്ണൊക്കെ വരച്ചു കൊടുക്കാം. പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൻ്റെ പേര് ഞാൻ മാറ്റാൻ പോവാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊന്നും എൻ്റെ യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ അതിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരു പേരാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് അടിച്ചു കൊടുത്താലേ എൻ്റെ വീഡിയോസൊക്കെ വേഗം കാണുള്ളൂ. ഞാൻ പേര് ഏതാണെന്ന് തീരുമാനിച്ചില്ല, പക്ഷെ ഞാൻ എന്തായാലും ഇടും. അപ്പം നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എന്താണ് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. എന്തായാലും നമ്മുടെ പേര് ക്ലൗഡ്ലി തന്നെയാണ് കേട്ടോ. എനിക്ക് ആ പേരിന് കുറച്ചൊരു ഇഷ്ടമായത്, പക്ഷേ അടിച്ചെടുത്തപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറെ പേര് ആക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കമൻറ്റിൽ ഒരാൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ചെയ്യണമെന്ന്. വേറെ ആരൊന്നും കണ്ടിട്ടും കൂടിയില്ല എൻ്റെ ഈ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ പോയിട്ടൊന്ന് കാണണം, ഞാൻ ഇട്ട വീഡിയോസ് ഒന്ന് കാണണം. ഒരു കമൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്തിട്ട് പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അതാ നമ്മൾ ഇങ്ങനത്തെ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ റീല് അത്രയ്ക്ക് ഇടുന്നില്ല, അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ റീലിടാം. പക്ഷെ നിങ്ങൾ ലൈക്ക് ചെയ്താലേ ഞാൻ റീലൊക്കെ ഇടുള്ളൂ. ചിലർ കണ്ടിട്ടൊക്കെ പോകുള്ളൂ, ലൈക്ക് ചെയ്യാണ്ടൊക്കെയാണ് പോകുന്നത്.